അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി അഗ്നിജ്വാലകളെന്മേൽ നിറയുകയായി അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി അഗ്നിജ്വാലകളെന്മേൽ നിറയുകയായി അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം യേശുവിൻ വരവിൻ സമയമതായി അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയായി യേശുവിൻ വരവിൻ സമയമതായി അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയായി തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയായി തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയായി അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി അഗ്നിജ്വാലകളെന്മേൽ നിറയുകയായി അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി അഗ്നിജ്വാലകളെന്മേൽ നിറയുകയായി ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വിശുദ്ധ വിരുന്ന്, വിശുദ്ധ വചന വിരുന്ന് ശുശ്രൂഷയിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം ഏറ്റവും വലിയ വിശുദ്ധി പ്രാപിക്കുവാൻ അർഹതയുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏറ്റവും വലിയ ഭാവിക്കാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് ധൂർത്തപുത്രനായ ആ മകൻ തൻ്റെ എല്ലാ സ്വത്തും ധൂർത്തടിച്ച് നശിപ്പിച്ച് തിരിച്ചു വരുന്ന ആ ഘട്ടം. തിരിച്ചു വരുന്ന അവന് സുവിശേഷത്തിൽ പറയുന്നത് പോലെ തന്നെ മേൽത്തരം വസ്ത്രം, മേൽത്തരം അങ്കി ധരിപ്പിച്ച് അവനെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഒരു പിതാവാണ്. തൻ്റെ സ്വത്ത് വാങ്ങിക്കൊണ്ടു പോകുമ്പോഴും ആ മകന് അയാൾ പിതാവാണ്. അത് തൂർത്തടിച്ച് കളയുമ്പോഴും ആ മകന് അയാൾ പിതാവാണ്. വേശ്യകളോടുകൂടി ചിലവഴിച്ച് സ്വത്വം മുഴുവനും നശിപ്പിച്ചു കളയുമ്പോഴും അവൻ മകനും അയാൾ പിതാവുമാണ്.
തിരിച്ചു വരുമ്പോൾ, മടങ്ങി വരുമ്പോഴും അവൻ പിതാവാണ്, ആ മകൻ തന്നെയാണ്. വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആ പിതാവ് അവനെ അടുപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. തൻ്റെ മൂത്ത മകന് കൊടുക്കാത്ത സ്നേഹവും സമാധാനവും ശാന്തിയും സന്തോഷവും ഐശ്വര്യവുമെല്ലാം ഈ തിരിച്ചു വരുന്ന മകന് കൊടുത്തുകൊണ്ട് ഒരു വലിയ സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. എന്താണെന്നോ ആ സന്ദേശം? ദൈവത്തിൻ്റെ വലിയ വിശുദ്ധിക്കും ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനും അർഹനായിരിക്കുന്നവൻ ആരാണെന്ന് അനുദപിച്ച് തിരിച്ചു വരുന്ന മഹാഭാവിക്കാണ് വലിയ വിശുദ്ധി ലഭിക്കുന്നത്. സ്നേഹമുള്ള മക്കളെ, ഈ പരിശുദ്ധമായ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ, കരുണയുള്ള ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുവാനുള്ളതായ നല്ലൊരു സമീപനം, നല്ലൊരു മനോഭാവം ഉണ്ടാകട്ടെ. തന്നെ ആശ്രയിക്കുകയും തന്നെ വിളിച്ചപേക്ഷിച്ച് കരയുകയും ചെയ്യുന്ന ഒരുവനെയും അവിടുന്ന് ധിക്കരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യില്ല എന്നുള്ള കാര്യം നാം ഓർക്കുക. ദൈവം പാപം ക്ഷമിക്കുന്നവനുമാണ്, ദൈവം പാപം മറക്കുന്നവനുമാണ്. പാപത്തെക്കുറിച്ച് ദൈവം ഒരു ചോദ്യം തന്നെ ചോദിക്കുന്നില്ല. ധൂർത്തപുത്രന്റെ പിതാവ് തൻ്റെ മകനോട് ചോദിച്ചില്ല, നീ എന്തിനു പോയി എന്ന് ചോദിച്ചില്ല. ധൂർത്തപുത്രന്റെ പിതാവ് അവനോട് ചോദിച്ചില്ല, നീ എങ്ങനെ സ്വത്ത് മുഴുവൻ ധൂർത്തടിച്ചു എന്ന് ചോദിച്ചില്ല. ആ പിതാവ് അവനോട് അവൻ്റെ പാപത്തിൻ്റെ കണക്ക് ചോദിച്ചില്ല. മറിച്ച് ആ പിതാവ് അവന് വേണ്ടി കാത്തിരിക്കുകയും അവനെ സ്നേഹം കൊണ്ട് പൊതിയുകയും അവനെ വിശിഷ്ടമായ മേലങ്കി കൊണ്ട് അലങ്കരിക്കുകയുമാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു വലിയ കാര്യം. ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. പാപബോധമുണ്ടായിരിക്കുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കരുണയ്ക്കും ദൈവത്തിൻ്റെ വിശുദ്ധിക്കും ഏറ്റവും അർഹതയുള്ളത് ഏറ്റവും വലിയ പാപികളായ വ്യക്തികളാണ്. എത്ര നികൃഷ്ടമായ പാപത്തിൽ നമ്മൾ അടിപ്പെട്ടു പോയാലും, എത്ര തിന്മയിൽ നമ്മൾ വീണുപോയാലും ദൈവം പൊറുക്കാത്ത ഒരു പാപവുമില്ല. കത്തോലിക്ക സഭയുടെ പ്രബോധന ഗ്രന്ഥത്തിൽ 982 നമ്പറിൽ പറയുന്നുണ്ട്, ഒരുവൻ എത്രയേറെ പാപിയാണെങ്കിലും ശരി, സഭയ്ക്ക് അവനോട് ക്ഷമിക്കാത്ത ഒരു പാപവും ഇല്ല എന്ന് പറയുകയാണ്. ഒരുവൻ എത്ര കുറ്റക്കാരനും നികൃഷ്ടനും നീചനുമായിരുന്നാൽ പോലും അവൻ്റെ അനുതാപം ആത്മാർത്ഥതയുള്ളതാണ് എങ്കിൽ അവന് പാപക്ഷമ കിട്ടിക്കഴിഞ്ഞു എന്ന് പറയാണ്. ദൈവത്തിൻ്റെ കരുണയെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ആശ്രയിക്കുവാനുള്ളതായ വലിയൊരു പ്രചോദനം, അനുദപിച്ചുകൊണ്ട് ആശ്രയിക്കുവാനുള്ള വലിയ പ്രചോദനം തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നു. തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കരുണയെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും അതിൽ നിറയുവാനും അതിൽ അഭിഷിക്തരായി തീരുവാനും ശ്രമിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയായി,